ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 34 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. താദോക്ത്യായാദുകാമോ വനമനുജ വധൂ സംയുതച്ചാപതാരഃ പൗരാനാരാധ്യമാർഗേ ഗുഹനിലയേ ഗതസ്ത്വം ജടാചീരധാരീ നാവാസന്ദീര്യഗംഗാധിപദവി പുനസ്ത്വം ഭരദ്വാജമാരാൻ നത്വാ ത്വം വാക്യഹേതൂൻ അതിസുഖമവസ്വ ചിത്രകൂടേ ഗിരീന്ദ്രേ. അന്വയം. അർത്ഥം. തും അങ്ങെ, താതോക്ത്യ പിതാവിൻ്റെ വാക്കിനാൽ, വനം വരത്തെ, യാതുകാമ ഗമിക്കാൻ ആഗ്രഹിക്കുന്നവനായി, അനുജവധൂ സംയുത അനുജനോടും ഭാര്യയോടും കൂടി, ചാപതാര വില്ലു ധരിക്കുന്നവനായി, മാർഗേ വഴിയിൽ, പൗരാൻ പൗരജനങ്ങളെ, ആരുധ്യ പിന്നിൽ തന്നെ ആക്കിയിട്ട്, ഗുഹ നിലയഗത ഗുഹൻ്റെ വസതിയിൽ ചെന്ന് ചേർന്നവനായി, ജടാചീരധാരി ജടയും വൽക്കലവും അണിഞ്ഞവനായി, നാവ വഞ്ചിയുടെ, ഗംഗാം ഗംഗാനദിയെ, സന്ദീര്യ കടന്നിട്ട്, പുന പിന്നീട്, അതിപദവി വഴിയിൽ, ആരാധ്യ ആരാധ് സമീപം, തം ആ ഭരദ്വാജം ഭരദ്വാജമുനിയെ, നത്വ നമസ്കരിച്ചിട്ട്, തദ്വാക്യഹേതു അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച്, ചിത്രകൂടമെന്ന ഗിരീന്ദ്രേ പർവ്വതശ്രേഷ്ഠനിൽ, സുഖമവസൻ സുഖമായി വസിച്ചു. ഹരിവും. സാരം. അച്ഛൻ്റെ വാക്കനുസരിച്ച് സീതയും ലക്ഷ്മണനും ഒന്നിച്ചു. രാമൻ വില്ലെടുത്ത് ജടാവൽക്കലധാരിയായി വനത്തിലേക്ക് തിരിച്ചു. വഴിയിൽ ഗുഹനെ കണ്ടു. ഗുഹൻ്റെ തോണിയിൽ ഗംഗ തരണം ചെയ്തു. ഭരദ്വാജ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആ ഋഷിപുങ്കവനെ വണങ്ങി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂട വനത്തിൽ വന്നു രാമൻ സുഖമായി വസിക്കുകയും ചെയ്തു. ഹരിവും. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 34 ശ്ലോകം 6. ശുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാൻ സ്വർഗയാതം സ്വദാതം തപ്തോ ദത്വാംബുതസ്മൈ നിദദിത ഭരതേ പാദുകം മേദിനീം ച അത്രീം നത്വാദഗത്വാ വനമതിമുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാതം സുഖതിമകലയാ ചാരുഭോ ചാരുഭംഗി. അന്വയം. അർത്ഥം. പുത്രാർത്ഥഖിന്നം പുത്ര ദുഃഖം കൊണ്ട് ഖിന്നനായ, സ്വദാതം തൻ്റെ പിതാവിനെ, സ്വർഗയാതം സ്വർഗം ഗമിച്ചവനായി, ഭരതമുഖാൻ ഭരതൻ്റെ വാക്കുകളിൽ നിന്നും, ശ്രുത്വ കേട്ടറിഞ്ഞിട്ട്, തപ്ത ഉള്ളു ചുട്ടവനായി, തസ്മൈ ദിവംഗതനായ അച്ഛനായിക്കൊണ്ട്, അമ്പു ജലം, ദത്വ നൽകിയിട്ട്, ഭരതേ ഭരതനിൽ, പാതുകാം തൻ്റെ പാതുകങ്ങളും, മേദിനീം ച രാജ്യത്തെയും, നിദദിത ഖലു സമർപ്പിച്ചു, അധ പിന്നീട്, അത്രയും അത്രി മഹർഷിയെ, നത്വ നമസ്കരിച്ചിട്ട്, അതിവിമുലം വളരെ വലിയ, ദണ്ഡകാം ദണ്ഡക എന്ന വനം വനത്തെ, ഗത്വ ഗമിച്ചിട്ട്, ചണ്ഡകായം ഭയങ്കര ശരീരത്തോടു കൂടിയ, വിരാതം വിരാധനെന്ന ദൈത്യം അസുരനെ, ഹത്വ കൊന്നിട്ട്, ഭൂ അല്ലയോ ദേവ, ശാരഭംഗിം ശരഭംഗമുനിയുടെ, സുഗതിം സ്വർഗപ്രാപ്തിയെ, ചാരു വേണ്ടവണ്ണം, അകലയഹ നേടിക്കൊടുത്തു. ഹരിവും. സാരം. പുത്രവിരഹത്താൽ ദുഃഖിതനായ പിതാവ് സ്വർഗസ്ഥനായ വിവരം ഭരതനിൽ നിന്നറിഞ്ഞ്
രാമൻ പിതാവിനെ ഉദകക്രിയകൾ നടത്തിയതിനു ശേഷം ഭരതനിൽ തൻ്റെ പാദുകവും രാജ്യവും സമർപ്പിച്ചിട്ട് ചിത്രകൂടം വിടുകയും ദണ്ഡകാവനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അവിടെ അത്രിയെ വന്നിച്ചതിന് ശേഷം വിരാതനെ വധിച്ചിട്ട് ശരഭംഗാശ്രമത്തിലെത്തി ശരഭംഗ മഹർഷിക്ക് മോക്ഷം നൽകി. ഹരിവു.